So guys, NVIDIA much awaited graphics card RTX lineup second generation Ampere architecture based RTX 3000 series graphics cards launch ആയിട്ടുണ്ട്. RTX 3080 ആണ് officially മാർക്കറ്റിൽ ലോഞ്ച് ആയത്. ഒരു 2 weeks മുമ്പെയാണ് RTX 30 ലോഞ്ച് ആയത്. ആൻഡ് 2-3 ദിവസം മുമ്പാണ് RTX 3090 ഗ്രാഫിക്സ് കാർഡും ജനറൽ പബ്ലിക്കിന് വേണ്ടി അവൈലബിൾ ആയി വന്നു തുടങ്ങിയത്. ഓൺ പേപ്പർ ആണ് വന്നിട്ടുള്ളത് ആൻഡ് വെബ്സൈറ്റ്സിലെ ലിസ്റ്റിംഗ്സിലാണ് വന്നത്. കാരണം ഇത് ലോഞ്ച് ആയി കഴിഞ്ഞ് 2-3 മിനിറ്റിൽ തന്നെ എല്ലാം തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകുകയാണ് ചെയ്തത്. ആൻഡ് ഇൻ കേസ് നിങ്ങൾ ഒരു 3080 അല്ലെങ്കിൽ 3090 ഓർ ഫ്യൂച്ചറിൽ ഇറങ്ങാനിരിക്കുന്ന 3070 ഗ്രാഫിക്സ് കാർഡ് വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മസ്റ്റ് ആയിട്ടും കണ്ടിരിക്കണം. ആൻഡ് ഈ കാർഡ്സ് ഇപ്പോൾ വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. ബിക്കോസ് വി ഹാവ് എ സീരിയസ് ഇഷ്യൂ വിത്ത് 3080 ഗ്രാഫിക്സ് കാർഡ്സ്. സോ യുവർ ഓൺ ടെക്നോ ഫാക്ടറി വിത്ത് മീ സുമോദ്. തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്തായാലും 10,000 സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ക്രോസ് ചെയ്തേക്കുവാണ്. അതിനുവേണ്ടി ഞാൻ നിങ്ങളോട് വലിയൊരു താങ്ക് യു പറയുവാണ്. ബിക്കോസ് നിങ്ങളില്ലെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഇതുവരെ എത്തില്ല. സോ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് എ മില്യൺ താങ്ക്സ് ടു എവ്രി വൺ ഹു സപ്പോർട്ടഡ് ദിസ് ചാനൽ. അപ്പം എന്തായാലും 10,000 സബ്സ്ക്രൈബേഴ്സിന്റെ ഒരു ഗിവ് അവേ ചെറുതായിട്ട് തട്ടിക്കൂട്ടാൻ ഞാൻ നോക്കുന്നുണ്ട്. അതിന്റെ അപ്ഡേറ്റ് വീഡിയോ ഞാൻ ഫ്യൂച്ചർ ചെയ്യുന്നതായിരിക്കും. അതുവരെ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുക. ഉടനെ തന്നെ ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്തായാലും എല്ലാം സെറ്റ് ആവുകയാണെങ്കിൽ ഞാൻ അതിന്റെ അപ്ഡേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ RTX 3080 ഗ്രാഫിക്സ് കാർഡ്സ് നമുക്കറിയാം 2 weeks മുമ്പെയാണ് ജനറൽ പബ്ലിക്കിന് അവൈലബിൾ ആയി തുടങ്ങിയത്. ആദ്യമായിട്ട് 3080യുടെ ഇഷ്യൂ നോട്ടീസ് ചെയ്തത് ഫസ്റ്റ് ഹാൻഡ് ബാച്ചിൽ ലോഞ്ച് ആയ സമയത്ത് ഇറങ്ങിയ 3080 കാർഡ്സ് വാങ്ങിച്ചവരാണ്. ആൻഡ് ഓൾസോ പല ടെക് യൂട്യൂബേഴ്സും GPU ടെസ്റ്റേഴ്സുമാണ് ഇത് ആദ്യം നോട്ടീസ് ചെയ്തത്. സോ RTX 3080 ഗ്രാഫിക്സ് കാർഡ്സിൽ കണ്ട മെയിൻ ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 GHz മേലെ ബൂസ്റ്റ് ഫ്രീക്വൻസി പോവുകയാണെങ്കിൽ, അതായത് ഗ്രാഫിക്സ് കാർഡ്സിന്റെ ബൂസ്റ്റ് ഫ്രീക്വൻസി 2 GHz മേലെ പോവുകയാണെങ്കിൽ ഗെയിം ക്രാഷ് ആയി ഡെസ്ക്ടോപ്പിലോട്ട് വരുവാണ്. ആൻഡ് വേറെ ചെറിയ ചെറിയ ഇൻസ്റ്റബിലിറ്റി ഇഷ്യൂസും കാണുന്നുണ്ട്. ബട്ട് മേജർലി ഇതാണ് ക്രാഷിംഗ് ടു ഡെസ്ക്ടോപ്പ് ആണ് മേജർ ഇഷ്യൂ. ഇത് 1-2 പേര് മാത്രമല്ല നോട്ടീസ് ചെയ്തത്. 3080 സീരീസിലെ ഗ്രാഫിക്സ് കാർഡ്സ് തേർഡ് പാർട്ടി ഗ്രാഫിക്സ് കാർഡ്സിൽ ചില മോഡൽസ് യൂസ് ചെയ്യുന്നവരിൽ കോമൺലി നോട്ടീസ് ചെയ്ത് തുടങ്ങിയ ഇഷ്യൂ ആണിത്. സോ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പല ടെക് ബ്ലോഗേഴ്സ്, അതായത് കമ്പ്യൂട്ടർ ബേസ് ഈഗോസ് ലാബ് അല്ലെങ്കിൽ വീഡിയോ കാർഡ്സ് പോലത്തെ ടെക്നിക്കൽ ബ്ലോഗിംഗ് സൈറ്റ്സ് ആണ് അവരുടെ വെബ്സൈറ്റിൽ ഇത് ഫസ്റ്റ് ഇത് നോട്ടീസ് ചെയ്ത് ഇത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് EVGA ഫസ്റ്റ്, ഒരു തേർഡ് പാർട്ടി കമ്പനിയായ EVGA ആണ് ഫസ്റ്റ് ആയിട്ട് അവരുടെ അനൗൺസ്മെന്റ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ച്. സോ EVGA പറഞ്ഞത് ഇത് ആക്ച്വലി അവർ ടെസ്റ്റിംഗ് ഫേസിൽ തന്നെ നോട്ടീസ് ചെയ്ത ഒരു കാര്യമാണ്. സോ അതുകൊണ്ടാണ് EVGA കാർഡ്സ് കുറച്ച് ഇറങ്ങാൻ ലേറ്റ് ആയത്. ബിക്കോസ് അവർ അതിൽ ടെസ്റ്റ് ചെയ്ത് കുറച്ച് ഒന്ന് ഡിലേ ചെയ്ത് പ്രോഡക്റ്റിന്റെ കുറച്ച് ചേഞ്ചസ് ചെയ്താണ്. ഫൈനൽ മിനിറ്റിലാണ് EVGA അവരുടെ ഗ്രാഫിക്സ് കാർഡ്സിൽ ചെറിയ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്താണ് ഇത് ഇറക്കിയത്. സോ മെയിൻ ഇഷ്യൂ അല്ലെങ്കിൽ ഈ ഇഷ്യൂ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാഫിക്സ് കാർഡിന്റെ ബാക്കിൽ RTX 30 സീരീസ് ഗ്രാഫിക്സ് കാർഡ്സിന്റെ ബാക്കിൽ യൂസ് ചെയ്ത ചില കപ്പാസിറ്റേഴ്സിന്റെ ഇൻസ്റ്റബിലിറ്റി കാരണമാണ്. ഈ ഇഷ്യൂ ആക്ച്വലി ഫൗണ്ടേഴ്സ് എഡിഷൻ ഗ്രാഫിക്സ് കാർഡ്സിൽ ഇതുവരെ നോട്ടീസ് ചെയ്തിട്ടില്ല. മറ്റ് തേർഡ് പാർട്ടി അല്ലെങ്കിൽ AIB പാർട്ട്നേഴ്സിന്റെ ഗ്രാഫിക്സ് കാർഡ്സിലാണ് ഈ ഇഷ്യൂ മോസ്റ്റ്ലി നോട്ടീസ് ചെയ്യുന്നത്. സോ ആക്ച്വലി ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, പലരും ചോദിക്കുന്നതാണ് FE അല്ലെങ്കിൽ ഫൗണ്ടേഴ്സ് എഡിഷൻ ഓർ റെഫറൻസ് കാർഡും തേർഡ് പാർട്ടി ഗ്രാഫിക്സ് കാർഡ്സ് അല്ലെങ്കിൽ AIB ബോർഡ് പാർട്ട്നേഴ്സിന്റെ ഗ്രാഫിക്സ് കാർഡ്സിന്റെ വ്യത്യാസം എന്താണെന്നാണ്. സോ പലരും ഇത് കമന്റ്സിൽ ചോദിക്കുന്നതാണ്. സോ കമന്റ്സിൽ ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇതൊരു പെർഫെക്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ഫൗണ്ടേഴ്സ് എഡിഷന്റെയും മറ്റ് തേർഡ് പാർട്ടി ഗ്രാഫിക്സ് കാർഡ്സിന്റെയും ഡിഫറൻസ് അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഇപ്പോൾ നല്ലൊരു ടൈമാണ്. ഫൗണ്ടേഴ്സ് എഡിഷൻ നോക്കുവാണെങ്കിൽ ഫൗണ്ടേഴ്സ് എഡിഷൻ NVIDIAയുടെ ബേസിക് കാർഡാണ്, NVIDIAയുടെ റെഫറൻസ് കാർഡാണ്. റെഫറൻസ് കാർഡ് എന്ന് പറയുമ്പോൾ NVIDIA ആണ് കംപ്ലീറ്റ്ലി ഈ ഗ്രാഫിക്സ് കാർഡ് ഉണ്ടാക്കുന്നതും ഡിസൈൻ ചെയ്യുന്നതും അതിന്റെ ടെസ്റ്റിങ്ങും റിസർച്ചും കാര്യങ്ങളാകട്ടെ അല്ലെങ്കിൽ അനാലിസിസും ബാക്കി എല്ലാ സംഭവങ്ങളും ചെയ്ത് അതിനെ കൺസ്ട്രക്ട് ചെയ്ത് ഗ്രാഫിക്സ് കാർഡ് ഇറക്കുന്നത് കംപ്ലീറ്റ്ലി NVIDIA ആണ്. സോ അതിൽ മറ്റ് തേർഡ് പാർട്ടി കമ്പനീസിന്റെ ഒരു ഇൻവോൾവ്മെന്റും ഇല്ല. കംപ്ലീറ്റ്ലി ഫ്രം ഗ്രൗണ്ട് സീറോ NVIDIA ആണ് ഇതിനെ മൊത്തമായിട്ട് ഡിസൈൻ ചെയ്യുന്നത്. മറ്റ് തേർഡ് പാർട്ടി കമ്പനികൾക്ക് യൂസ് ചെയ്യാനുള്ള ഒരു റിഫറൻസ് ആണ്. സോ ഇനി തേർഡ് പാർട്ടി ഗ്രാഫിക്സ് കാർഡ് എന്താണ് അല്ലെങ്കിൽ AIB പാർട്ട്നേഴ്സിന്റെ ഗ്രാഫിക്സ് കാർഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ സെയിം NVIDIA ഉണ്ടാക്കിയ ഇതേ ഫൗണ്ടേഴ്സ് എഡിഷൻ അല്ലെങ്കിൽ റെഫറൻസ് കാർഡിനെ ബേസ് ചെയ്തുകൊണ്ട് എക്സ്റ്റീരിയർ ഡിസൈൻ മാത്രം മാറ്റിക്കൊണ്ട് ചില മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്തുകൊണ്ട് ഇറക്കുന്ന കാർഡ്സ് ആണ് തേർഡ് പാർട്ടി ഗ്രാഫിക്സ് കാർഡ്സ്. സോ തേർഡ് പാർട്ടി കമ്പനീസ് അല്ലെങ്കിൽ AIB പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് NVIDIA ആയിട്ട് എഗ്രിമെന്റ് ഉള്ള കമ്പനീസ് ആണ്. അതായത് MSI, ASUS, Gigabyte, Zotac, Inno3D, Galax ഓർ മറ്റ് ഗ്രാഫിക്സ് കാർഡ്സ് കമ്പനീസ്. ഈ കമ്പനീസ് എല്ലാം തന്നെ NVIDIA-യുമായിട്ട് ടൈപ്പ് ഉള്ളതാണ് ആൻഡ് അഗ്രിമെന്റ് ബേസിസിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. സോ ഒരു റെഫറൻസ് കാർഡ് യൂസ് ചെയ്തുകൊണ്ട് തേർഡ് പാർട്ടി ഗ്രാഫിക്സ് കാർഡ്സ് ബിൽഡ് ചെയ്യുന്നതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ലിമിറ്റേഷൻസ് മീൻസ് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാനുണ്ട്. NVIDIA ഗ്രാഫിക്സ് ചിപ്പിന്റെ കംപ്ലീറ്റ് ഫ്രീഡം തേർഡ് പാർട്ടി കമ്പനീസിനൊന്നും കൊടുക്കുന്നില്ല. NVIDIAക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതായത് ഡിസൈൻ NVIDIA ഉണ്ടാക്കിയ അതേ ഡിസൈൻ ആയിരിക്കും, ആർക്കിടെക്ചറും ബാക്കി കാര്യങ്ങളും ഡിസൈൻ വൈസ് എല്ലാം NVIDIA എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഔട്ട്സൈഡ് ഉള്ള ഹീറ്റ് സിങ്കും അതിന്റെ കേസിംഗ് ആവട്ടെ RGB ലൈറ്റിംഗും അതിലെ കളർ തീംസും വൈറ്റ് കളർ വേണമെങ്കിൽ വൈറ്റ് കളർ, ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക്, അങ്ങനത്തെ എക്സ്റ്റീരിയർലി ഉള്ള മോഡിഫിക്കേഷൻസ് എല്ലാം തേർഡ് പാർട്ടി കമ്പനീസിന് അവരുടെ ഇഷ്ടമുള്ള പോലെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടി, ബെറ്റർ എയർ ഫ്ലോക്ക് വേണ്ടി 3 ഫാൻസ് ഉള്ള മോഡൽസും അങ്ങനെ പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഡൽസ് ഇറക്കാൻ വേണ്ടിയുള്ളൊരു
പെർമിഷൻ ഉണ്ട്. പക്ഷേ ബോർഡിന്റെ കംപ്ലീറ്റ് ചിപ്പിന്റെയും ബോർഡിന്റെയും മെയിൻ ഡിസൈനും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇതുപോലത്തെ ഒരു അഗ്രിമെന്റ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ടൈ അപ്പ് ബേസിസിലാണ് തേർഡ് പാർട്ടി കമ്പനീസ് ഗ്രാഫിക്സ് കാർഡ്സ് റിലീസ് ചെയ്യുന്നതും ഉണ്ടാക്കുന്നതും. സോ എന്തുകൊണ്ട് NVIDIAക്ക് തന്നെ ഇത് ചെയ്തുകൂടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NVIDIA ബേസിക്കലി ഒരു ചിപ്പ് ഉണ്ടാക്കുന്ന കമ്പനി മാത്രമാണ്. ബേസിക്കലി ഗ്രാഫിക്സ് യൂണിറ്റിന്റെ ചിപ്പും അതിന്റെ ബാക്കി ആർക്കിടെക്ചറും കാര്യങ്ങളും ഡിസൈൻ ചെയ്യുന്നതാണ് NVIDIA. സോ വേൾഡ് വൈഡ് ഉള്ള ഗ്രാഫിക്സ് കാർഡ്സിന്റെ നീഡ്സ് എല്ലാം തന്നെ ഫുൾഫിൽ ചെയ്യാൻ NVIDIAയുടെ അത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചറോ അത്രയും വലിയ മാസ് പ്രൊഡക്ഷൻ ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒന്നുമില്ല. സോ അതുകൊണ്ടാണ് മറ്റ് തേർഡ് പാർട്ടി കമ്പനീസിനെ NVIDIA ഡിപെൻഡ് ചെയ്യുന്നത്. ആൻഡ് ഫൗണ്ടേഴ്സ് എഡിഷൻ ഗ്രാഫിക്സ് കാർഡ്സ് അല്ലെങ്കിൽ റെഫറൻസ് കാർഡ്സ് നോക്കിക്കഴിഞ്ഞാലും ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലാണ് NVIDIA റിലീസ് ചെയ്യുന്നത്. ബിക്കോസ് അവരുടെ കയ്യിൽ അത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. ബേസിക് ആയിട്ട് ജസ്റ്റ് ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി കുറച്ച് ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് എഡിഷൻസ് മാത്രമാണ് ഇത് ഇറക്കുന്നത്. സോ അതുകൊണ്ടാണ് ഫൗണ്ടേഴ്സ് എഡിഷൻ അധികം സ്റ്റോക്കിൽ എപ്പോഴും കാണാത്തതും ആൻഡ് ലിമിറ്റഡ് ക്വാണ്ടിറ്റീസ് ആണ്. മറ്റ് തേർഡ് പാർട്ടി കമ്പനീസിലാണ് കൂടുതലും ഡിപെൻഡ് ചെയ്യുന്നത്. സോ അതാണ് ഫൗണ്ടേഴ്സ് എഡിഷന്റെയും മറ്റ് തേർഡ് പാർട്ടി കമ്പനീസിന്റെ ഗ്രാഫിക്സ് കാർഡ്സിന്റെയും ചെറിയ ഡിഫറൻസിയേഷനും കുറച്ച് ബ്രീഫ് ആയിട്ടുള്ള ഡീറ്റെയിലും അതാണ്. സോ കമ്മിങ് ടു ദ വീഡിയോ, എന്തായാലും ഈ കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇഷ്യൂ ഉണ്ടാകാൻ കാരണം NVIDIAയുടെയും മറ്റ് തേർഡ് പാർട്ടി കമ്പനീസ് തമ്മിലുള്ള ഒരു ചെറിയ ക്ലോസ് അല്ലെങ്കിൽ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ പറഞ്ഞ ഒരു പോയിന്റിൽ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടായത്. സോ ഈ ഗെയിം ക്രാഷ് ആകാനുള്ള കാരണവും ഇൻസ്റ്റബിലിറ്റീസിന്റെയും ഇഷ്യൂ ഉണ്ടാകാനുള്ള റീസൺ കണ്ടുപിടിച്ചത് ഗ്രാഫിക്സ് കാർഡ്സിന്റെ ബാക്കിൽ വരുന്ന 6 കപ്പാസിറ്റേഴ്സിന്റെ ഇൻസ്റ്റബിലിറ്റി കാരണമാണ്. സോ പല മോഡൽസിന്റെയും ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ 6 കപ്പാസിറ്റേഴ്സും ഡിഫറെന്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഫസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ 6 എണ്ണം ഒരു ബ്ലാക്ക് കളർ സംഭവമാണ് നിങ്ങൾ കാണുന്നത്. ബ്ലാക്ക് കളർ 6 എണ്ണം ബ്ലാക്ക് കളറിലെ ഒരു കപ്പാസിറ്റർ ആണ് യൂസ് ചെയ്തത്. സെക്കൻഡിൽ നോക്കുവാണെങ്കിൽ 4 ബ്ലാക്ക് കളറും 2 വേറെ ചെറിയ സംഭവങ്ങളെല്ലാം ക്ലബ് ചെയ്തുകൊണ്ടുള്ള ഒരു 2 യൂണിറ്റ് ആണ് സെൻട്രൽ കാണുന്നത്. തേർഡ് വൺ നോക്കുവാണെങ്കിൽ 5 എണ്ണം ബ്ലാക്ക് കളർ കപ്പാസിറ്റേഴ്സും സെൻട്രൽ വേറെ ഒരു 10 എണ്ണം കൂടുന്ന ഒരു ഗ്രൂപ്പായിട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചെറിയൊരു സംഭവമാണ് നമുക്ക് കാണുന്നത്. ആൻഡ് ഫൈനലി വേറൊരു ഇമേജ് നോക്കുവാണെങ്കിൽ എല്ലാം തന്നെ കംപ്ലീറ്റ്ലി യൂസ് ചെയ്തേക്കുന്നത് ചെറിയ ചെറിയ കപ്പാസിറ്റേഴ്സിന്റെ ഗ്രൂപ്പിംഗ് ആയിട്ടുള്ള ഒരു 6 ലേഔട്ട് ആണ് യൂസ് ചെയ്തേക്കുന്നത്. സോ ഈ കപ്പാസിറ്റേഴ്സിലെ ഡിഫറൻസിയേഷൻ തന്നെയാണ് ഈ ഒരു ഇൻസ്റ്റബിലിറ്റിയും ഈ ഇഷ്യൂസ് എല്ലാം ഉണ്ടാകാൻ കാരണം. സോ കുറച്ചുകൂടെ ടെക്നിക്കൽ ആയിട്ട് നോക്കുവാണെങ്കിൽ ഈ ബ്ലാക്ക് കളറിൽ കാണുന്ന കപ്പാസിറ്റേഴ്സിന്റെ പേരാണ് പോസ് ക്യാപ്സ്. ആ സെൻട്രലിൽ കാണുന്ന ചെറിയ ഗ്രൂപ്പ് ചെയ്ത് 10 ചെറിയ സംഭവങ്ങൾ ഗ്രൂപ്പ് ചെയ്തുള്ള ഒരു യൂണിറ്റിനെയാണ് MLCC കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ പോസ് ക്യാപ്സ് എന്ന് പറയുന്നത് കുറച്ച് ചീപ്പായിട്ടുള്ള ഒരു കപ്പാസിറ്റർ മോഡലാണ്. ആൻഡ് MLCC എന്ന് പറയുന്നത് കുറച്ച് ക്വാളിറ്റി കൂടിയതും കുറച്ച് പ്രൈസ് കൂടിയതായിട്ടുള്ളതും കുറച്ചുകൂടെ ബെറ്റർ വോൾട്ടേജിനെ ഫിൽട്ടർ ചെയ്യാൻ പറ്റിയ കപ്പാസിറ്റേഴ്സ് ആണ്. ഈ ചെറിയ ചെറിയ 10 ലേഔട്ടിനെ ഓവറോൾ ക്ലബ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സിംഗിൾ കപ്പാസിറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്ന MLCC എന്ന് പറയുന്നത്. പോസ് ക്യാപ്പിന്റെ ഫുൾ ഫോം ആണ് കണ്ടക്റ്റീവ് പോളിമർ ടാന്റലം സോളിഡ് കപ്പാസിറ്റേഴ്സ്. MLCC എന്ന് പറയുന്നത് മൾട്ടി ലെയർ സെറാമിക് ചിപ്പ് കപ്പാസിറ്റർ ആണ്. സോ ഈ 10 ചെറിയ കപ്പാസിറ്റേഴ്സ് ഗ്രൂപ്പ് ചെയ്ത് കാണുന്നതിനെ സിംഗിൾ ആയിട്ടാണ് MLCC എന്ന് പറയുന്നത്. ഈ 10 കപ്പാസിറ്റേഴ്സും ചെറിയ കപ്പാസിറ്റേഴ്സ് ക്ലബ് ചെയ്ത് സിംഗിൾ ഒരു കപ്പാസിറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഈ MLCC ബേസ്ഡ് കപ്പാസിറ്റേഴ്സ് ആണ് കുറച്ചുകൂടെ ഹയർ ഫ്രീക്വൻസി ഗ്രാഫിക്സ് കാർഡ് കുറച്ച് ഹയർ ഫ്രീക്വൻസിയിലൊക്കെ പോകുമ്പോൾ കുറച്ച് ഹയർലി ഓവർ ക്ലോക്ക്ഡ് ഗ്രാഫിക്സ് കാർഡ്സ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യാനും ഗ്രാഫിക്സ് കാർഡ്സിനെ സ്റ്റേബിൾ ആയിട്ട് വെക്കാൻ കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റിയത് ഈ ചെറിയ MLCC ബേസ്ഡ് കപ്പാസിറ്റേഴ്സ് ആണ്. പക്ഷേ പ്രൈസ് വൈസ് കുറച്ച് കൂടുതലാണ്. സോ NVIDIAയുടെയും മറ്റ് തേർഡ് പാർട്ടി കമ്പനീസിന്റെയും എഗ്രിമെന്റ് ഇതായിരുന്നു. എഗ്രിമെന്റ് മീൻസ് NVIDIA തേർഡ് പാർട്ടി കമ്പനീസിനോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: നിങ്ങൾക്ക് ഈ 6 കപ്പാസിറ്ററിന്റെ ലേഔട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ ചൂസ് ചെയ്യാവുന്നതാണ്. 6 എണ്ണവും വേണമെങ്കിൽ നിങ്ങളുടെ ലേഔട്ടിൽ 6 എണ്ണവും പോസ് ക്യാപ്സ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കോമ്പിനേഷൻ ആയിട്ട് യൂസ് ചെയ്യാം. പോസ് ക്യാപ്സും MLCC കപ്പാസിറ്റേഴ്സും രണ്ടും മിക്സ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ 6 കപ്പാസിറ്റേഴ്സും നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി MLCC വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. സോ ഇങ്ങനെയാണ് തേർഡ് പാർട്ടി കമ്പനീസിന് NVIDIA കൊടുത്ത റെഗുലേറ്ററി അഗ്രിമെന്റിൽ ഉണ്ടായിരുന്നത്. സോ ഇത് ബേസ് ചെയ്തുകൊണ്ടാണ് ചില ഗ്രാഫിക്സ് കാർഡ്സിന്റെ കമ്പനീസ് പ്രൈസ് കുറയ്ക്കാനും മാനുഫാക്ചറിംഗ് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി 6 കപ്പാസിറ്റേഴ്സും പോസ് ക്യാപ്സ് യൂസ് ചെയ്തത്, ചീപ്പായിട്ടുള്ള പോസ് ക്യാപ്സ്. ചീപ്പ് എന്ന് പറയുന്നത് ഇത് മോശമാണെന്നല്ല പറയുന്നത്. 2 GHz മേലെ പോകുമ്പോൾ അതിന് കൺട്രോൾഡ് ആയിട്ടുള്ള വോൾട്ടേജ് കൊടുക്കാൻ പറ്റുന്നില്ലെന്നാണ് അതിന്റെ കാരണം. സോട്ടാക്കിലാണ് മോസ്റ്റ്ലി നോട്ടീസ് ചെയ്തത്. കാരണം സോട്ടാക്കിന്റെ ഒട്ടുമിക്ക ഗ്രാഫിക്സ് കാർഡ്സിലും ഈ 6 എണ്ണം ഈ പോസ് ക്യാപ്പിന്റെ ലേഔട്ട് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതേപോലെ ഗിഗബൈറ്റിന്റെ ഈഗിൾ മോഡൽ OC എഡിഷനിലും ഇതേപോലത്തെ 6 എണ്ണവും പോസ് ക്യാപ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അസ്യൂസ് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡ് ആക്ച്വലി ചെയ്തേക്കുന്നത്. ബിക്കോസ് അസ്യൂസിന്റെ ടഫ് എഡിഷൻ ഗ്രാഫിക്സ് കാർഡ് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ്ലി 6 എണ്ണവും നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള MLCC ആണ് യൂസ് ചെയ്തേക്കുന്നത്. ആക്ച്വലി 6 എണ്ണവും MLCC ബേസ്ഡ് കപ്പാസിറ്റേഴ്സ് ആവണമെന്നൊന്നുമില്ല. 6 എണ്ണം ഉള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നതും പ്യുവർ കറന്റ് കൊടുക്കാൻ പറ്റുന്നത് 6 എണ്ണം ഉള്ളതാണ്. അല്ലെങ്കിൽ ഈ കാണുന്നത് പോലെ 4 എണ്ണം പോസ് ക്യാപ്സും സെൻട്രലിൽ 2 MLCC ഉള്ളത്, ഓർ 5 എണ്ണം പോസ് ക്യാപ്സും അതേപോലെ സെൻട്രലിൽ 1 എണ്ണം MLCC ആയിട്ട് വരുന്നത്. ഇതെല്ലാം ഈ 3 ടൈപ്സും ഏറ്റവും ബെസ്റ്റ് ഗ്രാഫിക്സ് കാർഡ്സ് ആണ്. നമ്മൾ ഒഴിവാക്കേണ്ടത് അല്ലെങ്കിൽ ഇഷ്യൂ വരുന്നത് മോസ്റ്റ്ലി 6 എണ്ണവും കംപ്ലീറ്റ്ലി ബ്ലാക്ക് കളർ അല്ലെങ്കിൽ പോസ് ക്യാപ്സ് യൂസ് ചെയ്ത ഗ്രാഫിക്സ് കാർഡ്സിലാണ്. NVIDIAയുടെ ഫൗണ്ടേഴ്സ് എഡിഷൻ നോക്കുവാണെങ്കിലും അതിൽ യൂസ് ചെയ്തേക്കുന്നത് 4 പോസ് ക്യാപ്സും 2 MLCC കപ്പാസിറ്റേഴ്സ് ആണ് സെൻട്രലിൽ. ആൻഡ് ഇതിൽ തേർഡ് പാർട്ടി കമ്പനീസ് പറയുന്നതും NVIDIAയുടെ സൈഡിൽ നിന്ന് ഒരു മിസ്റ്റേക്ക്
ഉണ്ട് അല്ലെങ്കിൽ ഒരു ഫ്ലോ ഉണ്ടെന്നാണ്. ബിക്കോസ് NVIDIA ഗ്രാഫിക്സ് കാർഡ്സ് റിലീസ് ആവുന്നതിന് കുറച്ച് ദിവസം മുമ്പേ ആണ് ഇതിന്റെ ഒറിജിനൽ 3080 അല്ലെങ്കിൽ 3000 സീരീസ് ഗ്രാഫിക്സ് കാർഡ്സിന്റെ ഡ്രൈവേഴ്സ് തേർഡ് പാർട്ടി കമ്പനീസിന് കൊടുത്തത്. സോ അതുകൊണ്ട് ഒറിജിനൽ ഡ്രൈവർ യൂസ് ചെയ്തുകൊണ്ട് തേർഡ് പാർട്ടി കമ്പനീസിന് ഗ്രാഫിക്സ് കാർഡ്സ് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെന്നാണ് തേർഡ് പാർട്ടി കമ്പനീസ് പറയുന്നത്. സോ 100% ഒറിജിനൽ 3000 സീരീസ് ഡ്രൈവേഴ്സിലല്ല ഇത് ടെസ്റ്റ് ചെയ്തിറക്കിയത്. അതിനുള്ള ടൈം ഒന്നും കിട്ടിയില്ല. സോ ഇതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ EVGA ചെയ്ത പോലെ എല്ലാം തന്നെ വീണ്ടും റീമോഡിഫൈ ചെയ്ത് ഇറക്കേണ്ടി വരും. അത് കുറച്ച് എന്തായാലും ടൈം കൺസ്യൂമിങ്ങും മണി വേസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതെന്തായാലും എല്ലാ തേർഡ് പാർട്ടി കമ്പനീസ് ഓപ്റ്റ് ചെയ്യുമോ എന്നൊന്നും നമുക്കറിയത്തില്ല. അതിനെക്കുറിച്ച് എന്തായാലും ഇപ്പം ഒരു ഇൻഫർമേഷനും ഇല്ല. ബട്ട് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള വേറൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NVIDIA തന്നെ ഇതിനൊരു ബയോസ് അപ്ഡേറ്റ് ഇറക്കുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് മേ ബി അത് അവർ ചെയ്യുന്നതായിരിക്കും. സോ ബയോസ് അപ്ഡേറ്റിൽ ഓവർക്ലോക്ക് ചെയ്യുമ്പോൾ 2 GHz മേലെ പോകാത്ത രീതിയിൽ ഒരു സംഭവം എന്തെങ്കിലും സെറ്റ് ചെയ്ത് അങ്ങനെ ഒരു ബയോസ് ഇറക്കുമെന്നാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. സോ എന്തായാലും അതിനെക്കുറിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ അപ്ഡേറ്റ്സും കാര്യങ്ങളും എന്തായാലും വരുന്നതായിരിക്കും. ഇപ്പോഴത്തേക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്, ഞാൻ എപ്പോഴും എന്ത് പ്രോഡക്റ്റ് പുതിയതായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, അതിന്റെ തേർഡ് പാർട്ടി ബെഞ്ച് മാർക്സും അതിന്റെ ബാക്കി ടെസ്റ്റിംഗും കാര്യങ്ങളും അതിന്റെ റിസൾട്ട്സും കുറച്ചൊരു എന്താണ് 2-3 വീക്സ് കഴിഞ്ഞിട്ടേ വാങ്ങിക്കാവൂ. ബിക്കോസ് ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് തേർഡ് പാർട്ടി റിവ്യൂവേഴ്സും ടെസ്റ്റേഴ്സും ഒക്കെ ടെസ്റ്റ് ചെയ്ത് എക്സ്റ്റെൻസീവ്ലി ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേ മനസ്സിലാവുന്നതാണ്. സോ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. സോ ഇൻ കേസ് 3000 സീരീസ് ഗ്രാഫിക്സ് കാർഡ് വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. NVIDIAയുടെ സൈഡിൽ നിന്നും മറ്റ് തേർഡ് പാർട്ടി കമ്പനീസിന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റും അതിനുള്ള റെക്ടിഫിക്കേഷൻസും സൊല്യൂഷൻസും എന്താണെന്ന് വന്ന് കഴിഞ്ഞ് വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഫ്യൂച്ചർ വരാനിരിക്കുന്ന 3070 ആയാലും 3070യുടെ എങ്ങനെയാണെന്ന് നമുക്ക് ഇപ്പോഴൊന്നും പറയാൻ പറ്റത്തില്ല. അതും മേ ബി ഇതുപോലെ ആയിരിക്കും. ബട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. കാരണം ഒട്ടുമിക്ക സ്റ്റോക്കും എങ്ങും ഇല്ല, എല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. മേ ബി കമ്പനീസ് ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആക്കി വെച്ചേക്കുമായിരിക്കും. ഈ സംഭവം എല്ലാം ക്ലാരിഫൈ ചെയ്ത് മോഡിഫൈ ചെയ്തിറക്കാനായിരിക്കും. എന്തായാലും 3070 ആയാലും 3080 ആയാലും 3090 ആയാലും വാങ്ങുന്നതിന് മുമ്പേ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, എല്ലാം ക്ലിയർലി മനസ്സിലാക്കുക. ആൻഡ് വാങ്ങുന്നതിന് മുമ്പേ ഞാൻ ഏറ്റവും ബെസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത് ഇതിന്റെ ബാക്കിലെ ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും ക്ലിയർലി ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക. ബാക്കിലെ ബാക്ക് പ്ലേറ്റ് ഓപ്പൺ ആയിട്ടുള്ള മോഡൽസ് ആണെങ്കിൽ ഈ 6 കപ്പാസിറ്റേഴ്സും എങ്ങനത്തെയാണെന്നുള്ളത് എല്ലാം 6 എണ്ണവും ബ്ലാക്ക് കളറിൽ ഈ പറയുന്ന പോസ് ക്യാപ്സ് ആണെങ്കിൽ വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. ബാക്കി കാണുന്ന ഈ 3 ലേഔട്ടിലെ ഏതെങ്കിലും ഒരെണ്ണമാണെങ്കിൽ അത് കുഴപ്പമില്ല. മോസ്റ്റ്ലി സോട്ടാക് ഇങ്ങനത്തെയാണ്, ഇന്നോ 3Dയുടെ മോസ്റ്റ്ലി എല്ലാം ഇങ്ങനെയാണ്, ഗാലാക്സിന്റെ മോസ്റ്റ്ലി ഇതുപോലത്തെയാണ്. മറ്റു ഗ്രാഫിക്സ് ആൻഡ് MSIയുടെയും ഗിഗാബൈറ്റിന്റെ ഒക്കെ മോഡൽസ് ഉണ്ട്. ചീപ്പായിട്ടുള്ള മോഡൽസിലെല്ലാം ഈ 6 കപ്പാസിറ്റേഴ്സും പോസ് ക്യാപ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. കുറച്ചുകൂടി ഓവർക്ലോക്കിംഗിന് ഹെഡ് റൂം ഉള്ള ഗ്രാഫിക്സ് കാർഡ്സിലെല്ലാം തന്നെ താഴെ കാണുന്ന ഈ 3 ലേഔട്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും യൂസ് ചെയ്തേക്കുന്നത്. സോ നിങ്ങൾ ഗ്രാഫിക്സ് കാർഡ് വാങ്ങിക്കുന്നതിന് മുമ്പേ ഫോട്ടോസും കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഏത് ടൈപ്പ് ഓഫ് കപ്പാസിറ്റേഴ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നതെന്ന് ക്ലിയർലി നോക്കി മനസ്സിലാക്കിയിട്ട് വേണം ചെക്ക് ചെയ്തിട്ട് വാങ്ങേണ്ടത്. എന്തായാലും കുറച്ച് റിക്കമെൻഡഡ് നല്ല 30 സീരീസ് ഗ്രാഫിക്സ് കാർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ അസ്യൂസിന്റെ ടഫ് എഡിഷൻ ഏറ്റവും ബെസ്റ്റ് ആണ്. ബിക്കോസ് ടഫ് എഡിഷനിൽ എല്ലാം തന്നെ 6 MLCC കപ്പാസിറ്റേഴ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അസ്യൂസ് ടഫ് ഗെയിമിംഗ് OC നല്ലതാണ്. MSIയുടെ ഗെയിമിംഗ് ട്രയോ X മോഡൽ നല്ലതാണ്. അതേപോലെ MSIയുടെ 3080 വെന്റസ് 3X മോഡലും നല്ലതാണ്. പിന്നെ EVGA FTW3 അൾട്രയും XC3 ഗെയിമിംഗ് എഡിഷനും നല്ലതാണ്. ബട്ട് EVGA നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ലെന്ന് തോന്നുന്നു. എന്തായാലും ഇതിന്റെ ഡീറ്റെയിൽ ഇൻഫർമേഷൻ ആർട്ടിക്കൽ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്, factorytech.in-ൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് ഞാൻ താഴെ ഇട്ടേക്കാം. ലിങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിന്റെ എന്തെങ്കിലും ഫ്യൂച്ചർ അപ്ഡേറ്റ്സോ കാര്യങ്ങളോ വരുവാണെങ്കിൽ നമ്മൾ ഈ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഈ ആർട്ടിക്കലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇതിൽ ഗ്രാഫിക്സ് കാർഡ്സിന്റെ ലിസ്റ്റും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല ഗ്രാഫിക്സ് കാർഡ്സ്, അതായത് കപ്പാസിറ്റേഴ്സ് നല്ലത് യൂസ് ചെയ്യുന്ന ഗ്രാഫിക്സ് കാർഡ്സ് ഏതെങ്കിലും എക്സ്ട്രാ ആഡ് ആകുവാണെങ്കിൽ അതും ഞാൻ ഈ ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. സോ ജസ്റ്റ് വെബ്സൈറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടു നോക്കുക. ഓൾസോ തൽക്കാലത്തേക്ക് ഒഴിവാക്കാൻ പറയുന്നത് സോട്ടാക്കിന്റെ ട്രിനിറ്റി X എഡിഷൻ, അതേപോലെ ഗിഗബൈറ്റിന്റെ ഈഗിൾ എഡിഷൻ, ഇന്നോ 3D ബ്രാൻഡിന്റെ iChill മോഡൽ ഇന്നോ 3D വാങ്ങുന്നുണ്ടെങ്കിൽ തൽക്കാലം ഈ മോഡൽസ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ എന്തായാലും ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് തൊട്ടടുത്തുള്ള മണി ഒന്ന് അടിച്ചിട്ടേക്കാം. എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.